അനുരാജ് കൂടി നമുക്കൊപ്പമുണ്ട്. അനുരാജ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എല്ലാം പാളി. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വർധന ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആകെയുള്ളത് കോർപ്പറേഷനിൽ മാത്രം നേടിയ 50 സീറ്റിൻ്റെ തിളക്കമാണ്. ഇപ്പോൾ പറയുന്നതനുസരിച്ച് മത്സരം LDF ഉം UDF തമ്മിലാവുമോ നിയമസഭയിൽ? അല്ല, കേരളത്തിലെ പ്രബല മുന്നണികളാണല്ലോ LDF ഉം UDF ഉം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സ്വാഭാവികമായിട്ടും സജീവമായിട്ട് ആ മുന്നണികൾ ഉണ്ടാവും. നമുക്ക് ഈ ഇലക്ഷനിൽ അത് മാറുന്നു എന്ന് പറയുന്നതൊക്കെ മൗഢ്യമല്ലേ. നമ്മളിപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കണ്ടല്ലോ. പക്ഷേ ഈ പറഞ്ഞ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു വാദം മാത്രമാണ്. കാരണം അതിനൊന്നും വലിയൊരു അർത്ഥം എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധം BJPയും ഇതുപോലെ തന്നെ ഇപ്പം ക്രൈസ്തവ സംഘടനകളോ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യമുള്ള പാർട്ടികളോ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പം തിരുവല്ല മുനിസിപ്പാലിറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നൊരു 2000-ലോ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ആ ബന്ധം ഉണ്ടായി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ MP NDAയുടെ ഉണ്ടായത് PC തോമസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ LDFിലുണ്ടായിരുന്ന അൽഫോൻസ് കണ്ണന്താനം MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയായി NDAയിൽ. ജോർജ് കുര്യൻ അദ്ദേഹം എത്രയോ കാലമായിട്ട് NDAയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എത്രയോ കാലത്തെ 25 വർഷത്തിലോ ഒരു വർഷം അതിൽ കൂടുതൽ അത് ഒരു തെരഞ്ഞെടുപ്പിലെ എന്തെങ്കിലും ചില മേഖലകൾ എന്റെ അറിവിൽ അദ്ദേഹം ഡൽഹിയിലുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അങ്ങനെ നമ്മൾ എത്ര നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നത്. അനുരാജ്, ഇടുക്കിയിൽ നിങ്ങൾക്ക് എത്ര ശതമാനമാണെന്നറിയാമോ? 6.81% ഇടുക്കിയിൽ. കോൺഗ്രസ് വോട്ട് ബേസ് വളരെ ശക്തമായ, ക്രിസ്ത്യൻ വോട്ട് ബേസ് വളരെ ശക്തമായ ഇടുക്കിയിലുള്ളത് 6.81%. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ശക്തമായ എറണാകുളത്ത് 9.4%. കണ്ണൂരിലെ കുടിയേറ്റ മേഖലയിൽ 8.62%. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്ന് പറയാൻ ഈ കണക്കുകൾ പോരെ? അല്ല, ഈ കണക്കുകൾ പോരല്ലോ. കാരണം UDFിലും LDFിലും കോൺഗ്രസിൽ തന്നെ ക്രൈസ്തവ വോട്ടുകളുണ്ട്. UDFിലും LDFിലും ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട പാർട്ടികൾ രണ്ട് മുന്നണിയിലുണ്ട്. അപ്പൊ അത്തരം പാർട്ടികളും ആ മുന്നണികളും കൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെങ്കിലും പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും പോയത് UDFിലേക്കാണ്. അത് പറഞ്ഞ പോലെ ആ റിഫ്ലക്ഷൻ കണ്ണൂരിലും വടക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിനർത്ഥം ക്രിസ്ത്യൻ വോട്ടുകളൊന്നും BJPക്ക് വീണിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പം അടുത്ത നിയമസഭ, ഇപ്പൊ എല്ലാവരും പറഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് ഇതെന്ന് പറയുന്നു. അപ്പൊ അതിന് തയ്യാറെടുക്കാനുള്ള ഒരു സമയം കൂടെയാണ് മുന്നണികൾക്ക്. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശ്രദ്ധ കൊടുത്തത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിരുന്നല്ലോ. അന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു? ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. അല്ല, തൃശ്ശൂരിൽ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചത്ര വർദ്ധിച്ചിട്ടില്ല എന്ന് വേണം. ജയിക്കാത്തിടത്തോളം നമുക്ക് പ്രതീക്ഷിച്ചത്ര വർദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ വർദ്ധിക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പെർസെന്റേജിൽ BJPക്ക് കിട്ടിയ വോട്ട് പെർസെന്റേജിലും വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ കുറവേ ഉണ്ടായിട്ടുള്ളൂ കഴിഞ്ഞ തവണത്തോട് കമ്പയർ ചെയ്യുമ്പോൾ. വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് വളരേണ്ടതാണ് സ്വാഭാവികമായിട്ടും. വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ജില്ലാ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ശതമാനത്തിലാണ് തിരിച്ചുവരാൻ കഴിയാത്ത ഒരു ദൂരമല്ല ഇതാണ് എന്നാണ് ഇടതുപക്ഷം ഇപ്പോഴും കണക്കാക്കുന്നത്. ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ PV അൻവറിനെയും CK ജാനുവിനെയും ഒപ്പം കൂട്ടിയതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം ഇടിയുന്നില്ല. ജോസ് കെ മാണിയെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക, വന്നാൽ പറയാം എന്നതാണ് പൊതുവെ ഇടതുപക്ഷത്തു നിന്ന് കേൾക്കുന്നത്. Debate with Dr. Arun Kumar.